الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. പ്രിയമുള്ള പണ്ഡിതന്മാരെ, പ്രബോധകരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, കുട്ടികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽ ഉസൂലു സലാസ ദർസിൻ്റെ 6ാം ഭാഗമാണ് ഇന്ന്. അല്ലാഹു തആല ഇതൊരു സാലിഹായ അമലായി, പുണ്യകർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നാഫിആയ ഇൽമ് പഠിക്കുവാനും അതനുസരിച്ച് അമൽ ചെയ്യുവാനും അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചത് അൽ ഉസൂലു സലാസയിലെ 1ാമത്തെ അസ്ലാണ്. അൽ ഉസൂലു സലാസ എന്ന് വച്ചാൽ 3 അടിസ്ഥാന കാര്യങ്ങൾ. ഏതെല്ലാമാണ് അവ? 1, മഅരിഫത്തുൽ അബ്ദി റബ്ബഹു, ഒരു മനുഷ്യൻ തൻ്റെ റബ്ബിനെ കുറിച്ച് അറിയുക. 2ാമത്തെ അസ്ൽ എന്താണ്? മഅരിഫത്തുൽ അബ്ദി ദീനഹു, ദീനിനെ കുറിച്ച് അറിയുക. 3ാമതായി നബിയെക്കുറിച്ച് അറിയുക. ഈ മൂന്ന് കാര്യങ്ങൾ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഖബറിൽ വെച്ച് ചോദ്യം ചെയ്യപ്പെടുന്ന 3 കാര്യങ്ങൾ. ഇതാണ് അൽ ഉസൂലു സലാസ. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? അൽ അസ്ലുൽ അവ്വലാണ്, 1ാമത്തെ അസ്ൽ. എന്താണത്? മഅരിഫത്തുൽ അബ്ദി റബ്ബഹു, റബ്ബിനെ കുറിച്ച് അറിയുക. അപ്പോൾ അല്ലാഹു തആല ആരാധ്യനാണ്, അവന് മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ ചുരുക്കം. പലപ്പോഴും ഖുർആനിൻ്റെ ഒരു ശൈലിയാണ് അള്ളാഹുവിൻ്റെ റുബൂബിയത്തിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഉലൂഹിയത്തിലേക്ക് ക്ഷണിക്കുന്ന ഒരു രീതി. അതുകൊണ്ടാണ് ഷെയ്ഖ് ഇബ്നു കസീറിൻ്റെ ഇബാറത്ത് ഉദ്ധരിച്ചത്. അഥവാ വലൈക്കും സലാം, പ്രപഞ്ച സൃഷ്ടാവായ, ആകാശവും ഭൂമിയുമെല്ലാം സൃഷ്ടിച്ച ആ റബ്ബിൻ്റെ റുബൂബിയത്തിൻ്റെ ഒരു സവിശേഷതയാണ് എന്ത്? അള്ളാഹു ഖാലിഖാണെന്നത്. അപ്പോൾ അള്ളാഹു ഖാലിഖാണ്, അതുകൊണ്ട് തന്നെ അവനാകുന്നു അൽ മുസ്തഹിഖു ലിൽ ഇബാദ, ഇബാദത്ത് അർഹിക്കുന്നവൻ അള്ളാഹു മാത്രമാകുന്നു. ഇതാണ് റുബൂബിയത്തും ഉലൂഹിയത്തും തമ്മിലുള്ള ബന്ധം. ഇന്നത്തെ ക്ലാസ് അള്ളാഹു തആലയാണ് ഇബാദത്തിന് അർഹൻ നാം പഠിച്ചു. എന്താണ് ഇബാദത്ത്? ഇബാദത്തിൻ്റെ ഇനങ്ങൾ ഏതെല്ലാം ആകുന്നു എന്നാണ് ഇന്ന് നാം പഠിക്കാൻ പോകുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബിൻ്റെ അൽ ഉസൂലു സലാസ നിങ്ങളുടെ കൈവശം ഉണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. അതിൽ ഷെയ്ഖ് പറയുന്ന ഭാഗമാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. വഅൻവാഉൽ ഇബാദത്തി അല്ലതി അമറല്ലാഹു ബിഹാ, അല്ലാഹു തആല നിർദ്ദേശിച്ച, കൽപ്പിച്ച ഇബാദത്തിൻ്റെ ഇനങ്ങൾ. അതാണ് ഷെയ്ഖ് ഇനി പഠിപ്പിക്കാൻ പോകുന്നത്. വഅൻവാഉൽ ഇബാദത്തി അല്ലതി അമറല്ലാഹു ബിഹാ, അല്ലാഹു തആല നിർദ്ദേശിച്ച, കൽപ്പിച്ച ഇബാദത്തിൻ്റെ ഇനങ്ങൾ. അതായത് അള്ളാഹുവിനെ ആരാധിക്കുക എന്നത് ഇബാദത്തിന് പല ഇനങ്ങളുമുണ്ട്. ഒന്നെന്താണ്? മിസ്ലു, ഉദാഹരണമായി. ഉദാഹരണമായി എന്നതിൻ്റെ അർത്ഥം എന്താണ്? ഇബാദത്തിൻ്റെ ഇനങ്ങളെല്ലാം ഷെയ്ഖ് ഇവിടെ പറഞ്ഞിട്ടില്ല, ഉദാഹരണങ്ങൾ മാത്രമാണ് പറഞ്ഞത്. എന്തിനാണ് ഈ ഉദാഹരണങ്ങൾ പറഞ്ഞത്? വായിക്കുമ്പോൾ മനസ്സിലാവും. മിസ്ലുൽ ഇസ്ലാം വൽ ഈമാനി വൽ ഇഹ്സാൻ, ഇസ്ലാം, ഈമാൻ, ഇഹ്സാൻ,
വമിൻഹു ദുആ, അതേപോലെ അല്ലാഹു തആല നിർദ്ദേശിച്ച ഇബാദത്തുകളിൽപ്പെട്ടതാണ് പ്രാർത്ഥന. വൽ ഖൗഫ്, ഭയം. വർ റജാ, പ്രതീക്ഷ. വത്തവക്കുൽ, ബരമേൽപ്പിക്കുക. നമ്മുടെ ദർസിൻ്റെ ഒരു ശൈലി എന്താണ്? ആദ്യം നാം വിശദീകരിക്കാൻ പോകുന്ന ഷെയ്ഖിൻ്റെ ഇബാറത്ത് വായിക്കുക എന്നാണ്. വത്തവക്കുലു വർറഹ്ബത്തു, ആഗ്രഹം. വർറഹ്ബത്തു, ഭയം. വൽ ഖുശൂഉ, കീഴ്വണക്കം. വൽ ഖശ്യത്തു, ഭയം. എന്താണ് ഖൗഫ്, ഖശ്യ? ഇൻഷാ അല്ലാഹ് എല്ലാം ഭയമാണെങ്കിലും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്, പഠിക്കും ഇൻഷാ അല്ലാഹ്. വൽ ഇനാബത്തു, പശ്ചാത്തപിച്ച് മടങ്ങുക അള്ളാഹുവിലേക്ക്. വൽ ഇസ്തിആനത്തു, സഹായതേട്ടം. വൽ ഇസ്തിആദത്തു, അഭയം ചോദിക്കുക, ശരണം തേടുക. വൽ ഇസ്തിഗാസത്തു, ആപൽഘട്ടങ്ങളിൽ സഹായം ചോദിക്കുക. വദ്ദബ്ഹു, അറക്കുക. വന്നദ്റു, നേർച്ച. വഗൈറു ദാലിക മിൻ അൻവാഇൽ ഇബാദത്തി അല്ലതി അമറ അല്ലാഹു ബിഹാ കുല്ലുഹാ ലില്ലാഹ്. അതല്ലാത്ത ഇബാദത്തിൻ്റെ മറ്റു ഇനങ്ങളും എല്ലാം അള്ളാഹുവിന് മാത്രമേ സമർപ്പിക്കാവൂ. ഷെയ്ഖ് ഇവിടെ വ്യത്യസ്തമായ ഉദാഹരണങ്ങൾ ഇബാദത്തിന് പറഞ്ഞു. അതിൻ്റെ ഒരു ഉദ്ദേശം, ഇബാദത്ത് ഒരു ഇനം മാത്രമല്ല, പല ഇനങ്ങളും ഇബാദത്തിനുണ്ട്. അത് അമലിയായ ഇബാദത്തുണ്ട്, ഖൗലിയായ ഇബാദത്തുണ്ട്. അൽ ഇബാദാത്തുൽ ഖൗലിയ വൽ ഇബാദാത്തുൽ അമലിയ എന്ന് അറബിയിൽ പറയും. ഖൗലിയായ ഇബാദത്ത് എന്ന് പറയുമ്പോൾ സംസാരിച്ചുകൊണ്ട്, നമ്മുടെ നാവ് കൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് നമ്മൾ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക. ഇതാണ് ഖൗലിയായ ഇബാദത്തിൻ്റെ ഒരു ഇനം. ഖൗലി എന്ന് വെച്ചതിൻ്റെ അർത്ഥം സംസാരം. ഖൗല് പണ്ഡിതന്മാർ പറയുന്നു രണ്ട് ഇനങ്ങളുണ്ട്. ഒന്ന് നാവ് കൊണ്ട് സംസാരിക്കുക. രണ്ടാമത്തെ ഖൗൽ എന്താണ്? ഹൃദയം കൊണ്ടുള്ള ഖൗലുൽ ഖൽബുണ്ട്, ഹൃദയത്തിൻ്റെ ഖൗല്, സംസാരം. അതാകുന്നു നിയ്യത്ത്. ഈ നാവ് കൊണ്ട് സംസാരിക്കുമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഉദാഹരണങ്ങൾ എന്താണ്? ദിക്ർ, തസ്ബീഹ്, തഹ്ലീൽ പോലുള്ള ദിക്റുകൾ. അതേപോലെ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുക, പ്രാർത്ഥിക്കുക നാവ് കൊണ്ട്. ഇതെല്ലാം എന്തിൽപ്പെട്ടു? ഖൗലിയത്തായ ഇബാദത്തിൽപ്പെട്ടു. അതേപോലെ നാം അള്ളാഹുവിനൊരു കർമ്മം ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ ആ നിയ്യത്ത് എന്താണ്? ഇബാദത്താണ്. ഇതെല്ലാം ഖൗലാണ്. രണ്ടാമത്തെ ഇനം എന്താണ്? അൽ ഇബാദാത്തുൽ അമലിയ, പ്രവർത്തിച്ചുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കുക. ഇതാണ് രണ്ടാമത്തെ ഇനം, അൽ ഇബാദാത്തു അൽ അമലിയ. ഇപ്പോൾ ഷെയ്ഖ് പല ഉദാഹരണങ്ങളും പറഞ്ഞു. ഇപ്പം അള്ളാഹുവിന് വേണ്ടി ബലി അറക്കുക എന്നത് എന്താണ്? അമലിയായ ഇബാദത്താണ്. അതായത് അത് പ്രവർത്തിച്ചു കൊണ്ടുള്ള ഒരു ഇബാദത്താണ്. അതേപോലെ തന്നെ അമല്, രണ്ടാമത്തെ ഒരു ഉദാഹരണം എന്താണ്? അമലെന്ന് പറയുമ്പം പ്രവർത്തനം എന്നർത്ഥം. അതിനും രണ്ട് ഇനങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ ജവാരിഹ് കൊണ്ട്, അവയവങ്ങൾ കൊണ്ടുള്ള പ്രവർത്തനം. രണ്ടാമത്തെ ഇനം നമ്മുടെ മനസ്സുകൊണ്ട്, കൽബ് കൊണ്ട് പ്രവർത്തിക്കുക. ഇപ്പം അള്ളാഹുവിനെ ഭയക്കുക എന്നത് അത് ഏത് നിലക്കുള്ള പ്രവർത്തനമാണ്? അള്ളാഹുവിനെ ഭയക്കുക എന്നത് കൽബിൻ്റെ പ്രവർത്തനമാണ്. മനസ്സിലായല്ലോ? അതേപോലെ പ്രതീക്ഷ, അള്ളാഹുവിൻ്റെ റഹ്മത്ത് നാം പ്രതീക്ഷിക്കുക എന്നത് നമ്മുടെ അവയവങ്ങൾ കൊണ്ടുള്ള പ്രവർത്തനമാണോ? അല്ല, മനസ്സിൻ്റെ, ഹൃദയത്തിൻ്റെ പ്രവർത്തനമാണ്. ഏത്? റജ. അങ്ങനെ ഈ വ്യത്യസ്ത ഇനങ്ങൾ സൂചിപ്പിച്ചു കൊണ്ടുള്ള ഒരു രീതിയാണ് ഇവിടെ ഷെയ്ഖ് സ്വീകരിച്ചിട്ടുള്ളത്. ഷെയ്ഖ് പറയുന്നു, വ അൻവാഉൽ ഇബാദത്തി അല്ലതി അമറ അല്ലാഹു ബിഹ, അള്ളാഹു കൽപ്പിച്ച ഇബാദത്തിൻ്റെ ഇനങ്ങൾ. എന്താ അൻവാ എന്ന് വെച്ചാൽ? ഇനങ്ങൾ, തരങ്ങൾ. അതിൻ്റെ ഏകവചനം എന്താണ്? നൗഅ്. എന്താകുന്നു ഈ ഇബാദത്ത്? ഇബാദത്തിൻ്റെ അർത്ഥമാണ് നാം പഠിച്ചിരിക്കേണ്ടത്. പണ്ഡിതന്മാർ പല അർത്ഥങ്ങളും നിർവചനങ്ങളും ഇബാദത്തിന് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഭാഷാപരമായിട്ട്
അത്തദല്ലുലു വൽ ഖുദൂഉ വത്താഅ എന്നെല്ലാം അർത്ഥം പറഞ്ഞിട്ടുണ്ട്. കീഴ്വണക്കം, വിധേയത്വം, അനുസരണം എന്ന് ഭാഷാപരമായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ശർഈയായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞതിൽ ഏറ്റവും പ്രബലമായ ഒരു വിശാലമായ നിർവചനമാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മഹുല്ലാ അൽ ഉബൂദിയ്യ, അടിമത്വം എന്ന തലക്കെട്ടിൽ എഴുതിയ ആ റിസാലയിൽ, ഗ്രന്ഥത്തിൽ തുടക്കം കുറിച്ചത് ഇബാദത്തിൻ്റെ തഅരീഫ്, നിർവചനം പറഞ്ഞുകൊണ്ടാണ്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറയുന്നു, അൽ ഇബാദത്തു ഹിയ ഇസ്മുൻ ജാമിഉൻ ലികുല്ലി മാ യുഹിബ്ബുഹു അല്ലാഹു വയർദാഹു മിനൽ അഖ്വാലി വൽ അഅമാലിൽ ബാത്തിനതി വദ്ദാഹിറ. അല്ലാഹു തആല ഇഷ്ടപ്പെടുകയും തൃപ്തിപ്പെടുകയും ചെയ്യുന്ന ഏതൊരു സംസാരവും പ്രവർത്തനവും, അത് ആന്തരികമാകട്ടെ ബാഹ്യമായ പ്രവർത്തനമാകട്ടെ, എല്ലാം ഇബാദത്താകുന്നു. അപ്പോൾ ഇബാദത്തിൻ്റെ മാനദണ്ഡം എന്താണ്? അള്ളാഹു ഇഷ്ടപ്പെടുന്ന, അള്ളാഹുവിന് തൃപ്തികരമായ ഏതൊരു വാക്കും പ്രവൃത്തിയും, അതാകുന്നു ഇബാദത്തിൻ്റെ അർത്ഥം. എല്ലാം പെട്ടു. അള്ളാഹുവിന് തൃപ്തിപ്പെടുന്നത് പറയുമ്പോൾ അത് എങ്ങനെയാണ് മനസ്സിലാക്കുക? ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും മാത്രമേ അത് മനസ്സിലാക്കാൻ സാധിക്കൂ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുന ഫഹുവ റദ്ദ്. നമ്മുടെ കൽപ്പനയില്ലാതെ വല്ലവൻ ഒരു പ്രവൃത്തി പ്രവർത്തിച്ചാൽ അത് തള്ളപ്പെട്ടതാകുന്നു. അതുകൊണ്ട് തന്നെ ഒരാൾ മൗലിദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൗലിദ് ആഘോഷിക്കുകയാണ്, അള്ളാഹുവിന് തൃപ്തികരമായ ഒരു പ്രവൃത്തിയാണെന്ന് ഉദ്ദേശിച്ചുകൊണ്ട്, അത് ഇബാദത്താവുകയില്ല. കാരണം അത് അള്ളാഹുവിന് തൃപ്തികരമായ പ്രവർത്തനമാണ് എന്ന് എങ്ങനെ മനസ്സിലാകുക? ഒന്നുകിൽ ഖുർആൻ കൊണ്ടോ അല്ലെങ്കിൽ സുന്നത്ത് കൊണ്ടോ. തെളിവില്ലാതെ ഉദ്ദേശം മാത്രം നന്നായതുകൊണ്ട് എന്ത് ശരിയാവില്ല? പ്രവർത്തനം ശരിയാകില്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്, അമൽ സ്വീകരിക്കപ്പെടണമെങ്കിൽ 2 ഷർത്തുണ്ടെന്ന് ഓർമ്മയുണ്ടല്ലോ. ഒന്നെന്താണ്? അൽ ഇഖ്ലാസ്, ആത്മാർത്ഥത, അഥവാ അള്ളാഹുവിന് മാത്രം ചെയ്യപ്പെടുന്ന, അള്ളാഹുവിൻ്റെ തൃപ്തി, പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട്, കാംക്ഷിച്ചുകൊണ്ട് ചെയ്യപ്പെടുന്ന പ്രവർത്തനമായിരിക്കണം. രണ്ടാമത്തെ ഷർത്ത് എന്താണ്? അൽ മുതാബഅ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സുന്നത്തിനോട് അനുയോജ്യമായ പ്രവർത്തനമായിരിക്കണം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മാത്രമേ അമല് സ്വീകരിക്കപ്പെടൂ. പലരും പറയാറുണ്ട്, അള്ളാഹുവിൻ്റെ കൂലി ഉദ്ദേശിച്ച് ചെയ്യുന്നതല്ലേ, അതുകൊണ്ട് നമുക്ക് അത് എതിർക്കേണ്ട ആവശ്യമുണ്ടോ? രണ്ടാമത്തെ ഷർത്തില്ല. അതുകൊണ്ടാണ് അത് എതിർക്കപ്പെടാനുള്ള കാരണം. അപ്പോൾ ഇബാദത്തിൻ്റെ അർത്ഥം എന്താണ്? ഇസ്മുൻ ജാമിഉൻ ലികുല്ലി മാ യുഹിബ്ബുഹു അല്ലാഹു വയർദാഹു മിനൽ അഖ്വാലി വൽ അഅമാലിൽ ബാത്തിനതി വദ്ദാഹിറ. ഇതാകുന്നു ഇബാദത്തിൻ്റെ വിശാലമായ അർത്ഥം. എന്താണ് ഷെയ്ഖ് പറയുന്നത്? മിസ്ലുൽ ഇസ്ലാമി വൽ ഈമാനി വൽ ഇഹ്സാൻ. ഇബാദത്തിൻ്റെ ഇനങ്ങൾ പറഞ്ഞുകൊണ്ട് തുടക്കം കുറിക്കുകയാണ്. ഏതുപോലെ? ഇസ്ലാം, ഈമാൻ, ഇഹ്സാൻ പോലെ. ഇതെല്ലാം എന്താണ്? ഇബാദത്താണെന്ന് നാം മനസ്സിലാക്കണം. ഇസ്ലാം എന്താകുന്നു? ഇസ്ലാം ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് വ ഇഖാമുസ് സ്വലാ വ ഈതാഉസ് സക്കാ വ സൗമു റമദാൻ വ ഹജ്ജുൽ ബൈത്ത്. ഇതെല്ലാം എന്താണ്? ആരാധനയാണ്. അതായത് ആരാധനാ കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മങ്ങൾ നാം പഠിക്കുമ്പോൾ ഇതാണ് നമ്മുടെ മനസ്സിൽ വരേണ്ടത്. ഏറ്റവും പ്രധാനം എന്താണ്? അള്ളാഹുവിനെ ഏകനാക്കുക. നാം പഠിച്ചല്ലോ, സലഫുകളിൽ നിന്ന് നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നതിന് എന്താണ് വ്യാഖ്യാനം നൽകിയത്? ഉഅ്ബുദു റബ്ബക്കും നിനക്ക് വഹിദൂഹു, നിങ്ങൾ അള്ളാഹുവിനെ ഏകനാക്കുക എന്ന വ്യാഖ്യാനം നൽകിയിട്ടുണ്ട്. വൽ ഈമാൻ, അതേപോലെ ഈമാൻ കാര്യങ്ങളും എന്താണ്? ഇബാദത്താകുന്നു. അൽ ഈമാനു ബില്ലാ, അള്ളാഹുവിൽ വിശ്വാസം, പ്രവാചകന്മാരിൽ വിശ്വാസം, മലക്കുകളിൽ വിശ്വാസം, ഈമാൻ കാര്യങ്ങൾ 6 ആകുന്നു. ഇതെല്ലാം എന്താണ്? ഇബാദാത്ത് ഖൽബിയാണ്, ഖൽബിയായ ഇബാദത്താകുന്നു. വിശ്വാസം എവിടെയാണ് അത് വരേണ്ടത്? ആദ്യം
ഹൃദയത്തിൽ, എന്നിട്ട് അത് കർമ്മങ്ങളിൽ പ്രകടമാകണം. വൽ ഇഹ്സാൻ അൻ തഅബ്ദുല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. അള്ളാഹുവിനെ ആരാധിക്കുക അള്ളാഹുവിനെ താൻ കാണുന്നത് പോലെ. അള്ളാഹുവിനെ കണ്ടില്ലെങ്കിലും അള്ളാഹു എന്നെ കാണുന്നുണ്ട് എന്ന് വിശ്വാസം വേണം. അതാകുന്നു ഇഹ്സാൻ. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ച് വിശദമായി നാം പഠിക്കുന്നതാണ്. എപ്പോൾ മഅരിഫത്തുൽ അബ്ദി ദീനഹു, ദീനിനെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ രണ്ടാമത്തെ അസ്ലാകുന്നു. അതിൻ്റെ വിശദാംശങ്ങൾ ഇൻഷാ അല്ലാഹ് പിന്നീട് നാം നീട്ടിവെക്കുന്നു. ഇനി ഷെയ്ഖ് തുടരുകയാണ് ശേഷമുള്ള ഇബാദത്തിൻ്റെ വ്യത്യസ്തമായ ഇനങ്ങൾ. ഈ ഇസ്ലാം, ഈമാൻ, ഇഹ്സാൻ, ഈ മൂന്ന് കാര്യങ്ങൾക്ക് എന്താ പറയുക? മറാത്തിബു അദ്ദീൻ, ദീനിൻ്റെ മൂന്ന് മർത്തബകൾ. ഒന്നെന്താണ്? ഇസ്ലാം, പിന്നെ ഈമാൻ, പിന്നെ ഇഹ്സാൻ. മറാത്തിബു അദ്ദീൻ എന്നാണ് ഇതിനെപ്പറ്റി പറയാം. വമിൻഹു ദുആഉ വൽ ഖൗഫു വർ റജാഉ വത്തവക്കുൽ. ഷെയ്ഖിനി തുടരുകയാണ് ഇബാദത്തിൻ്റെ വ്യത്യസ്ത ഇനങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ വമിൻഹു, എന്താ തഖ്ദീർ? വമിമ്മ അമറല്ലാഹു ബിഹി മിനൽ ഇബാദാത്ത് അദ്ദുആഉ, പ്രാർത്ഥന. അല്ലാഹു തആല നിർദ്ദേശിച്ച ഒരു ഇബാദത്താകുന്നു പ്രാർത്ഥന. ഷെയ്ഖ് ഓരോ ഇനവും പറഞ്ഞിട്ട് അതിൻ്റെ തെളിവും ഉദ്ധരിക്കുന്നുണ്ട്. കാരണം നാം മുമ്പ് പഠിച്ചതാണ് ഇൽമ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇൽമ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം, മതപരമായ ഒരു കാര്യം തെളിവ് സഹിതം പഠിക്കുമ്പോഴാണ് എന്താകുക? അത് ഇൽമാകുക. മനസ്സിലായില്ലേ? നമുക്കൊരു വിവരം കിട്ടി, പക്ഷെ തെളിവ് അറിയില്ല, എന്തല്ല അതിനെക്കുറിച്ച് ഇൽമ് എന്ന് പറയുകയില്ല. ഇപ്പം ദുആ, ഖൗഫ്, ഭയം, പ്രതീക്ഷ, വരമേൽപ്പിക്കുക, ആഗ്രഹം, ഭയം, ഖുശൂഅ്, കീഴ്വണക്കം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നിനും ഷെയ്ഖ് ഖുർആനിൽ നിന്ന് അല്ലെങ്കിൽ ഹദീസിൽ നിന്ന് തെളിവ് ഉദ്ധരിക്കുന്നുണ്ട്. അദ്ദുആ എന്ന് പറയുമ്പോൾ, പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നാം ശരിക്ക് അതിൻ്റെ വ്യത്യസ്ത ഇനങ്ങൾ പഠിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലാവുള്ളൂ. പണ്ഡിതന്മാർ 2 ഇനങ്ങൾ പ്രാർത്ഥനയ്ക്ക് പഠിക്കുന്നു. ശ്രദ്ധിച്ച് കേൾക്കണം. പ്രാർത്ഥനയ്ക്ക് എത്ര ഇനങ്ങളുണ്ട്? 2 ഇനങ്ങൾ, 2 ഖിസ്മ്. ഒന്ന് ദുആ ഉൽ മസ്അല, 2 ദുആ അൽ ഇബാദ. ഇൻഷാ അല്ലാഹ് ബോർഡ് ഈ സമയമല്ല, അടുത്ത പ്രാവശ്യം ഇൻഷാ അല്ലാഹ് സംഘടിപ്പിക്കണം. അതായത് പ്രാർത്ഥന 2 ഇനങ്ങളാകുന്നു. ഒന്ന് ദുആ ഉൽ മസ്അല, അതായത് തേട്ടത്തിൻ്റെ പ്രാർത്ഥന. അതായത് അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ട്, നമ്മുടെ ആവശ്യങ്ങളൊക്കെ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ട് ആവശ്യങ്ങൾ നിറവേറാൻ വേണ്ടി അള്ളാഹുവിനോട് തേടുക. ഇതാകുന്നു എന്ത്? ദുആ ഉൽ മസ്അല. രണ്ടാമത്തെ ഇനം ദുആ ഉൽ ഇബാദ, അതായത് അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട്, തേട്ടമല്ലാത്ത അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് അള്ളാഹുവിന് കാര്യങ്ങൾ സമർപ്പിക്കുക. ഇതാണ് ദുആ ഉൽ ഇബാദ. ഒന്ന് ദുആ ഉൽ മസ്അല, ഒന്ന് ദുആ ഉൽ ഇബാദ. കാരണം ഖുർആൻ വായിക്കുമ്പോൾ ദുആഇന് ഒരു അർത്ഥം മാത്രമല്ല, പല അർത്ഥങ്ങളുമുണ്ട്. അപ്പോൾ ഈ 2 ഇനങ്ങൾ നാം പഠിച്ചിരിക്കണം. ഷെയ്ഖ് സാലിഹ് അൽ ഷെയ്ഖ് പറയുന്നു, മഅന ദുആഇൽ ഇബാദ അന്നഹു യതഅബ്ബദുല്ലാഹ്. ദുആ ഉൽ ഇബാദയുടെ അർത്ഥം എന്താണ്? അള്ളാഹുവിനെ ആരാധിക്കുക. എന്തിനു വേണ്ടി? അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയന്നുകൊണ്ട് അള്ളാഹുവിനെ ആരാധിക്കുക. സുമ്മിയത്തിൽ ഇബാദത്തു ദുആഅൻ ലിഅന്ന കുല്ല മുതഅബ്ബിദിൻ യത്ലുബു ബിഇബാദതിഹി സവാബ് ഫഹുവ താലിബുൻ ദിംന. ശ്രദ്ധിച്ച് കേൾക്കണം. ഷെയ്ഖ് പറയുന്നത്, ഒന്നാമത്തെ ഇനം എന്താണ്? ദുആ ഉൽ ഇബാദ, അതായത് അള്ളാഹുവിനെ ആരാധിക്കുക. ആരാധന എന്ന അർത്ഥവും ഇബാദത്തിനുണ്ട്. ഖുർആനിൽ പല സ്ഥലങ്ങളിലും ദുആ എന്ന പദം പ്രയോഗിച്ചിട്ടുള്ളത് ഏതർത്ഥത്തിലാണ്? ആരാധിക്കുക, ആരാധന എന്ന അർത്ഥത്തിലാണ്. എന്തുകൊണ്ട് ആരാധന എന്ന അർത്ഥം പറയാൻ വേണ്ടി ദുആ എന്ന പദം ഉപയോഗിച്ചു? ഷെയ്ഖ് പറയുന്നു, കാരണം ലിഅന്ന കുല്ല മുതഅബ്ബിദിൻ, ആരാധിക്കുന്ന, അള്ളാഹുവിനെ ആരാധിക്കുന്ന ഏതൊരു വ്യക്തിയും യത്ലുബു ബിഇബാദതിഹി സവാബ്, അവൻ്റെ ഇബാദത്ത് കൊണ്ട് അവൻ പ്രതിഫലം തേടുന്നു, ആഗ്രഹിക്കുന്നു.
ഫഹുവ താലിബുൻ ദിംനൻ, ഒരു മനുഷ്യൻ ഇപ്പോൾ നമസ്കരിച്ചു, എന്താണ് അവൻ്റെ ഉള്ളിലുള്ള തേട്ടം? എന്താണ്? അള്ളാഹുവെ, ഈ നമസ്കാരം എന്നിൽ നിന്ന് സ്വീകരിക്കണം, എനിക്ക് നീ പുറത്തു കൊണ്ട എന്നൊരു തേട്ടം ഉള്ളിലുണ്ട്. ഫഹുവ താലിബുൻ ദിംനൻ മൻ സല്ല ഫഹുവ ഫീ ഇബാദ, ഒരാൾ നമസ്കരിച്ചു, അവൻ ഇബാദത്തിലാണ്. കുല്ലു മുസല്ലിൻ സായിലുൻ ലിഅന്നഹു യസ്അലു സവാബ വറിദല്ലാഹി അൻഹു, ഏതൊരു നമസ്കരിക്കുന്ന വ്യക്തിയും അവൻ പ്രതിഫലം തേടുന്നുണ്ട്, ചോദിക്കുന്നുണ്ട് അള്ളാഹുവിനോട്, അള്ളാഹുവിൻ്റെ തൃപ്തിയും പ്രീതിയും ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ മനസ്സിലായില്ലേ? ദുആ ഉൽ ഇബാദ ഒന്നാമത്തെ ഇനം ആരാധന എന്ന അർത്ഥത്തിൽ. എന്തുകൊണ്ടാണ് ഇബാദത്തിനെ കുറിച്ച് ദുആ എന്ന് പറയാനുള്ള കാരണം? ഏതൊരു ഇബാദത്ത് ചെയ്യുന്ന ഒരു മനുഷ്യൻ്റെയും മനസ്സിൽ എന്തുണ്ട്? തേട്ടമുണ്ട്. ഇതാണ് ഒന്നാമത്തെ ഇനം. ഇന്ന് ഷെയ്ഖ് പറയുന്നു, അമ്മ ദുആ ഉൽ മസ്അല വഹുവ സുആൽ فهو أن يرفع يديه ويقول اللهم أعطني كذا اللهم أسألك كذا هذا يسمى دعاء المسألة. അതായത് ദുആ ഉൽ മസ്അല എന്ന് വെച്ചാൽ ചോദ്യമാണ്, തേട്ടമാണ്. അതായത് ഒരു മനുഷ്യൻ തൻ്റെ ഇരുകൈകളും ഉയർത്തിക്കൊണ്ട് അള്ളാഹുവേ എനിക്കിത് നീ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക. അതാണ് നമ്മൾ മലയാളത്തിൽ നിന്ന് പറയുക പ്രാർത്ഥന എന്ന് പറയുക. അപ്പോൾ ദുആ എപ്പോഴും പ്രാർത്ഥന എന്ന അർത്ഥം ആകണമെന്നില്ല. ആരാധിച്ചു എന്ന അർത്ഥവുമുണ്ട്, പ്രാർത്ഥന എന്ന അർത്ഥവുമുണ്ട്. രണ്ട് അർത്ഥങ്ങൾ തമ്മിൽ എന്തുണ്ട്? ബന്ധമുണ്ട്. രണ്ട് അർത്ഥങ്ങൾ തമ്മിലും ബന്ധമുണ്ട്. എന്താ ബന്ധം? അത് ഷെയ്ഖ് വളരെ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. ഷെയ്ഖ് സാലിഹ് ആല ഷെയ്ഖിൻ്റെ അത്തംഹീദ് ലി ശർഹ് കിതാബ് തൗഹീദിൽ പറയുന്നുണ്ട്. പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. ഖാലൽ ഉലമ, പണ്ഡിതന്മാർ പറയുന്നു, ദുആ ഉൽ മസ്അലതി മുതദമ്മിനുൻ ലിദുആഇൽ ഇബാദ വദുആഉൽ ഇബാദ മുസ്തൽസിമുൻ ലിദുആഇൽ മസ്അല. അതായത് തേട്ടത്തിൻ്റെ പ്രാർത്ഥന എന്ന അർത്ഥത്തിലുള്ള ദുആഇൽ എന്തുണ്ട്? ഇബാദത്ത് അടങ്ങിയിട്ടുണ്ട്. ഇബാദത്തായ ദുആ മുസ്തൽസിമുൻ ലിദുആഇൽ മസ്അല, അതിൽ നിർബന്ധമായും തേട്ടമുണ്ട്. നേരത്തെ പഠിച്ചല്ലോ. അതായത് ഒരാൾ ഇബാദത്ത് ചെയ്യുമ്പോൾ ആ മനുഷ്യൻ്റെ മനസ്സിൽ എന്തുണ്ട്? തേട്ടമുണ്ട്. അതേപോലെ മൻ സഅല അല്ലാഹ ജല്ല വഅല ഫഹുവ ദാഇൻ ദുആഅ മസ്അല വഹാദാ മുതദമ്മിൻ ലിഇബാദത്തില്ലാഹ്. അതേപോലെ ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുമ്പോൾ ആരോടെ പ്രാർത്ഥിക്കുന്നത്? അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അള്ളാഹുവിനെ ആരാധിച്ചു എന്ന അർത്ഥം വന്നു. അപ്പോൾ അതാണ് ദുആ ഉൽ മസ്അലയും ദുആ അൽ ഇബാദയും തമ്മിലുള്ള ബന്ധം പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. ഇപ്പോൾ ഖുർആനിൽ ശ്രദ്ധിക്കണം, ചില സ്ഥലങ്ങളിൽ ദുആ ഉൽ ഇബാദ എന്ന അർത്ഥമായിരിക്കും, ചില സ്ഥലങ്ങളിൽ ദുആ ഉൽ മസ്അല എന്നായിരിക്കും, ചില സ്ഥലങ്ങളിൽ രണ്ട് അർത്ഥങ്ങളും വരാൻ സാധ്യതയുണ്ട്. ഉദാഹരണമായി പറയുകയാണെങ്കിൽ വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും, വഖാല റബ്ബുക്കും, നിങ്ങൾ റബ്ബ് പറഞ്ഞു, ഉദ്ഊനി, നിങ്ങൾ എന്നോട് ദുആ ചെയ്യുക, അസ്തജിബ് ലക്കും, നിങ്ങളുടെ ദുആഇന് നാം ഉത്തരം നൽകും. പണ്ഡിതന്മാർ പറയുന്നു വഖാല റബ്ബുക്കും ഉദ്ഊനി, അള്ളാഹു എന്താ പറഞ്ഞത്? എന്നോട് ദുആ ചെയ്യുക. ഇതിന് രണ്ട് അർത്ഥങ്ങളും സാധ്യതയുണ്ട്. ഒന്നുകിൽ ഉദ്ഊനി എന്നതിൻ്റെ അർത്ഥം എന്നോട് മാത്രം തേടുക എന്നർത്ഥം. അപ്പോൾ അസ്തജിബ് ലക്കും എന്നതിൻ്റെ അർത്ഥം എന്തായി? നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നാം നൽകുമെന്നർത്ഥമായി. മനസ്സിലായല്ലോ? വഖാല റബ്ബുക്കും ഉദ്ഊനി എന്നതിൻ്റെ വേറെ അർത്ഥം എന്താണ്? രണ്ടാമത്തെ അർത്ഥം ദുആ ഉൽ ഇബാദ, നിങ്ങൾ എന്നെ ആരാധിക്കുക. അസ്തജിബ് ലക്കും എന്നതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങളുടെ ആരാധനയ്ക്ക് നാം പ്രതിഫലം നൽകും. വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും എന്നതിനെന്തുണ്ട്? രണ്ട് അർത്ഥങ്ങളുണ്ട്, പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, പോണ്ടോ ദുആ പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്നു, എന്നെ ഇബാദത്ത് ചെയ്യുന്നതിൽ വല്ലവനും ധിക്കാരം കാണിച്ചു കഴിഞ്ഞാൽ അവൻ നിന്ദ്യനായിക്കൊണ്ട് നരകത്തിൽ പ്രവേശിക്കും എന്ന് അള്ളാഹു താക്കീത് നൽകി. അപ്പം അവിടെ ദുആ ഇബാദത്ത് എന്ന ഈ രണ്ട് വാക്കുകളും രണ്ട് അർത്ഥവും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. അതേപോലെ വഇദാ സഅലക ഇബാദി അന്നി, എൻ്റെ ദാസന്മാർ നിന്നോട് ചോദിക്കുകയാണ് എന്നെക്കുറിച്ച്, ചോദിച്ചാൽ ഫഇന്നി ഖരീബ്, ഞാൻ സമീപത്തുണ്ട്, അടുത്തുണ്ട്,
ഉജീബു ദഅവതദ്ദാഇ ഇദാ ദഅാൻ. ഒരു പ്രാർത്ഥിക്കുന്നവൻ എന്നോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, എന്നോട് ദുആ ചെയ്തു കഴിഞ്ഞാൽ ആ ദുആ ഞാൻ സ്വീകരിക്കും എന്നതിനും രണ്ട് അർത്ഥങ്ങൾ സാധ്യതയുണ്ട്. എന്താണ് ദുആ ഉൽ മസ്അല? എന്നെ ആരാധിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ആരാധനയ്ക്ക് ഞാൻ പ്രതിഫലം നൽകും. രണ്ടാമത്തെ അർത്ഥം എന്താണ്? എന്നോട് തേടിക്കഴിഞ്ഞാൽ, പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നാം നൽകും. അപ്പോൾ ഇതിൽ വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി രണ്ട് അർത്ഥങ്ങളും സാധ്യതയുള്ള ചില ഉദാഹരണങ്ങളാണ്. അതേപോലെ തന്നെ തേട്ടത്തിൻ്റെ ഉദാഹരണം മാത്രം ഉദ്ദേശിക്കുന്ന ചില ആയത്തുകളുമുണ്ട്. അപ്പോൾ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു, ഫഇദാ റകിബു ഫിൽ ഫുൽകി ദഅവുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ഫഇദാ റകിബു ഫിൽ ഫുൽകി ദഅവുല്ലാഹ മുഖ്ലിസീൻ. അതായത് മക്ക മുശ്രിക്കുകൾ, ബഹുദൈവ വിശ്വാസികൾ കപ്പലിൽ കയറി അവർക്ക് പ്രയാസമുണ്ടാകുമ്പോൾ അവർ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് തേടുന്നു. ഇവിടെ എന്താ അർത്ഥം? ദുആയിൻ്റെ അർത്ഥം തേട്ടം എന്ന അർത്ഥമാണ്, അഥവാ ദുആ ഉൽ മസ്അലയാണ്. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ ഇബാദത്ത്, ആരാധന എന്ന അർത്ഥം മാത്രം ഉദ്ദേശിക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. വഅഅ്തസിലുക്കും വമാ തദ്ഊന മിൻ ദൂനില്ലാഹ് വഅദ്ഉ റബ്ബി അസാ അല്ലാ അകൂന ബിദുആഇ റബ്ബി ശഖിയ്യ ഫലമ്മ അഅ്തസലഹും വമാ യഅ്ബുദൂന മിൻ ദൂനില്ലാഹി വഹബ്ന ലഹു ഇലാ ആഖിറിൽ ആയ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജനതയോട് പറഞ്ഞു, നിങ്ങളെ ഞാൻ ഉപേക്ഷിക്കും, നിങ്ങൾ അള്ളാഹുവിനെ കൂടാതെ ആരാധിക്കുന്ന വസ്തുക്കളെയും ഞാൻ ഉപേക്ഷിക്കും. ഇവിടെ വമാ തദ്ഊന മിൻ ദൂനില്ലാഹ്, അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ അള്ളാഹുവിനെ കൂടാതെ ആരാധിക്കുന്ന വിഗ്രഹങ്ങളെ. എന്താ കാരണം? ശേഷമുള്ള ആയത്തിൽ അള്ളാഹു പറഞ്ഞു, ഫലമ്മ അഅ്തസലഹും വമാ യഅ്ബുദൂന മിൻ ദൂനില്ലാഹ്. എങ്കിൽ തന്നെ പണ്ഡിതന്മാർ പിന്നെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ഈ രണ്ട് ഖിസ്മും ഇനങ്ങളും തമ്മിൽ എന്തുണ്ട്? പരസ്പരം ബന്ധമുണ്ട്. കാരണം ദുആ ഉൽ ഇബാദ, ആരാധന എന്ന അർത്ഥത്തിലുള്ള ദുആ ആണെങ്കിലും അതിലെന്തുണ്ട്? തേട്ടം ഉൾക്കൊള്ളുന്നു എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. എന്നാൽ ദുആ ഉൽ മസ്അലക്ക് ഒരു ചെറിയൊരു വിശദീകരണമുണ്ട്. അഥവാ തേട്ടം എന്ന അർത്ഥത്തിലുള്ള ദുആഇന് ഒരു വിശദീകരണമുണ്ട്. എന്താണത്? അതായത് അത് എപ്പോഴാണ് ഷിർക്കാകുക? അള്ളാഹുവിൽ പങ്കു ചേർക്കൽ എന്ന അർത്ഥത്തിലുള്ള ഷിർക്ക് എപ്പോഴാണ് ആകുക? അതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. അതായത് ഇബാദത്തിൻ്റെ ആരാധനയുടെ അർത്ഥത്തിൽ ദുആ വരുമ്പോഴാണ് അവിടെ ഷിർക്ക് സംഭവിക്കുക. ഇബാദത്തല്ലാത്ത ദുആ ആണെങ്കിലോ അത് ഷിർക്കല്ല. അഥവാ ഒരു മനുഷ്യൻ തൻ്റെ സഹോദരനോട്, ജീവിച്ചിരിക്കുന്ന ഹാജറുള്ള സഹോദരനോട് ഒരു സഹായം ചോദിച്ചു. ആ സഹായം ചോദിക്കുന്നത് എന്തല്ല? അത് അനുവദനീയമാണ്, അത് ശിർക്കല്ല. എന്നാൽ അള്ളാഹുവിന് മാത്രം കഴിവുള്ള കാര്യങ്ങൾ, കാര്യകാരണങ്ങൾക്ക് അതീതമായി അഭൗതികമായ രൂപത്തിൽ ഒരു മനുഷ്യൻ മരിച്ചുപോയ മഹാന്മാരോടും പ്രവാചകന്മാരോടും ചോദിച്ചു കഴിഞ്ഞാൽ എന്തായി മാറി? ഷിർക്കായി മാറി. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ പറയുന്നു, വയജൂസു ഇദാ സദറ, അതായത് ദുആ ഉൽ മസ്അല പഠിപ്പിച്ചപ്പം ഷെയ്ഖ് പറയാണ്, വയജൂസു ഇദാ സദറ മിനൽ അബ്ദി ലിമിസ്ലിഹി മിനൽ മഖ്ലൂഖീൻ ഇദാ കാന അൽ മദ്ഊ യഅഖിലു ദുആ വയഖ്ദിറു അലൽ ഇജാബ. അതായത് ദുആ ഉൽ മസ്അല എന്നത് അനുവദിക്കപ്പെടുന്ന ഒരു അവസ്ഥയുണ്ട്, അനുവദനീയമായ ഒരു അവസ്ഥയുണ്ട്. എപ്പോഴാണത്? ഒരു മനുഷ്യൻ അവനെപ്പോലെയുള്ള ഒരു മനുഷ്യനോട്, സൃഷ്ടിയോട് അവൻ ചോദിക്കുന്നു, ആ ചോദിക്കപ്പെടുന്ന വ്യക്തി അവൻ അറിയുന്നുണ്ട്, ഹാജറുണ്ട്, അവന് ഉത്തരം പറയാനും സാധിക്കും. അപ്പോൾ അത് അനുവദിക്കപ്പെട്ട കാര്യമാണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. എന്നാൽ മരിച്ചവരോട്, വിദൂര സ്ഥലത്തുള്ള ഗായിബായ മറഞ്ഞവരോട് ചോദിക്കുന്നത് എന്താണ്? അത് ശിർക്കാണെന്നും കൂട്ടിച്ചേർക്കുന്നു. അപ്പോൾ ദുആ ഉൽ ഇബാദ, ദുആ ഉൽ മസ്അല, ഈ രണ്ട് ഇനങ്ങളും നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു അദ്ദുആഉ ഹുവൽ ഇബാദ. അദ്ദുആഉ ഹുവൽ ഇബാദ. ഇമാം അബൂ ദാവൂദ്, തിർമിദി, ഇബ്നു മാജ എല്ലാം റിപ്പോർട്ട് ചെയ്ത സഹീഹായ ഹദീസാണ്. അദ്ദുആഉ ഹുവൽ ഇബാദ. പ്രാർത്ഥനയാകുന്നു ഇബാദത്ത്. ഷെയ്ഖ് നോക്കൂ നിങ്ങൾ, അതായത് ഇസ്ലാം, ഈമാൻ, ഇഹ്സാൻ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ആദ്യമായി പറഞ്ഞ ഇബാദത്തിൻ്റെ ഇനം എന്താണ്? ആരാധനയുടെ, ഇബാദത്തിൻ്റെ പ്രാർത്ഥനയാണ്. വദ്ദുആഉ മിൻ അഹമ്മി അൻവാഇൽ ഇബാദ എന്ന അർത്ഥം പഠിപ്പിക്കാനാണ്. അതായത് ആരാധനാ കർമ്മങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആരാധനയാണ്, ഇബാദത്താണ് എന്ത്? ദുആ, പ്രാർത്ഥന. എന്താണ് തെളിവ്? അദ്ദുആഉ ഹുവൽ ഇബാദ. പ്രാർത്ഥനയാകുന്നു ഇബാദത്ത്. ഇത് സഹീഹായ ഹദീസാകുന്നു. എന്താ ഇതിൻ്റെ അർത്ഥം? ഇതിൻ്റെ അർത്ഥം പ്രാർത്ഥനയല്ലാത്ത കർമ്മങ്ങൾ ഇബാദത്ത് അല്ല എന്നാണ്. പണ്ഡിതന്മാർ ഈ ഹദീസ് വിശദീകരിക്കാൻ വേറൊരു ഹദീസ് പഠിപ്പിക്കുന്നു. എന്താണത്? നബി വസല്ലം പഠിപ്പിച്ചു അൽ ഹജ്ജു അറഫ. അറഫയാണ് ഹജ്ജ് എന്ന് പഠിപ്പിച്ചു. എന്താ അതിൻ്റെ അർത്ഥം? ഹജ്ജ് കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം എന്താണ്? അറഫയാണ്. അതേപോലെ ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് ഏത്? പ്രാർത്ഥന. ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ പറയുന്നു, ബിമഅന അന്ന അൽ വുഖൂഫ ബിഅറഫത ഫിൽ ഹജ്ജ് ഹുവ റുക്നുൽ അഅ്സം. അതായത് ഹജ്ജ് കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട റുക്ൻ എന്താണ്? അൽ വുഖൂഫ് ബിഅറഫ, അറഫയിൽ നിൽക്കുക എന്നതാണ്. അതേപോലെ തന്നെ പ്രാർത്ഥന എന്നത് അന്നൗഉൽ അഅ്സമു മിൻ അൻവാഇൽ ഇബാദ, ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മഹത്തായ കർമ്മമാകുന്നു, ഇനമാകുന്നു ദുആ. അതുകൊണ്ടാണ് അദ്ദുആഉ ഹുവൽ ഇബാദ എന്ന് പറയാനുള്ള കാരണം. ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് ഇവിടെ ഉദ്ധരിച്ച ഹദീസ് എന്താണ്? വഫിൽ ഹദീസി അദ്ദുആഉ മുഖുൽ ഇബാദ. ഹദീസിലുണ്ട് പ്രാർത്ഥനയാകുന്നു ഇബാദത്തിൻ്റെ മുഖ്. മുഖ് എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? മജ്ജ. അതിന് ശരിക്കുള്ള അർത്ഥം ഇപ്പോൾ ഒരു മനുഷ്യൻ്റെ മുഖ് എന്ന് പറഞ്ഞാൽ അർത്ഥം തലച്ചോറ്. അപ്പം ഇബാദത്തിൻ്റെ ആരാധനയുടെ മജ്ജയാകുന്നു ഏത്? പ്രാർത്ഥന. ഈ ഹദീസ് ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്തതാണ്. അത് ദഈഫാണെന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചു. ഷെയ്ഖ് ഇവിടെ ഒരു ഹദീസ് ഒരു പണ്ഡിതൻ ഉദ്ധരിക്കുമ്പോൾ അതിന് രണ്ട് മാനദണ്ഡമുണ്ട്. ഒന്ന്, ആ ഹദീസ് പ്രമാണമായി കൊണ്ട് ഉദ്ധരിക്കുക. എന്തായിരിക്കണം? അതിന് നിർബന്ധമായും ആ ഹദീസ് എന്തായിരിക്കണം? അത് സഹീഹായിരിക്കണം. രണ്ടാമത്തെ രീതി, സഹീഹായ തെളിവുകൾ ഉദ്ധരിച്ചതോടൊപ്പം തന്നെ അതിന് താങ്ങ് നൽകുവാൻ വേണ്ടി ദുർബലമായ ഹദീസ് ഉദ്ധരിക്കുക. അതിൻ്റെ ഇസ്നാദല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, മറിച്ച് ആ ഹദീസിൻ്റെ ആശയമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അദ്ദുആഉ ഹുവൽ ഇബാദ എന്ന അർത്ഥം തന്നെയാണ് അദ്ദുആഉ മുഖുൽ ഇബാദ എന്നതിനുമുള്ളത്. അപ്പോൾ ദുആഉ മുഖുൽ ഇബാദ ദുർബലമായ ഹദീസാണെങ്കിലും അതിൻ്റെ അർത്ഥം എന്താണ്? ശരിയാണ്. കാരണം സഹീഹായ വേറെ ഹദീസ് ഉണ്ട്, അദ്ദുആഉ ഹുവൽ ഇബാദ. അപ്പോൾ ഈ ദുആഉം ഇബാദത്ത് തമ്മിലുള്ള ഒരു ബന്ധം നാം പറഞ്ഞല്ലോ. ഏതൊരു മനുഷ്യനും ഇബാദത്ത് ചെയ്യുമ്പോൾ അവൻ്റെ ഉള്ളിൽ എന്തുണ്ട്? പ്രാർത്ഥനയുണ്ട്, തേട്ടമുണ്ട്, അള്ളാഹുവിനോടുള്ള തേട്ടമുണ്ട്. അതാകുന്നു ഈ ദുആഉം ഇബാദത്തും തമ്മിലുള്ള ഒരു ബന്ധം. എന്തുകൊണ്ടാണ് ഈ ദുആഉ മുഖുൽ ഇബാദ ദഈഫാണ് പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്? കാരണം അതിൻ്റെ പരമ്പരയിൽ അബ്ദുല്ലാഹി ഇബ്നു ലഹിയ, പണ്ഡിതന്മാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, അബ്ദുല്ലാഹി ഇബ്നു ലഹിയ എന്ന റാവിയുണ്ട്. അദ്ദേഹം വലിയ പണ്ഡിതനായിരുന്നു. പക്ഷേ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ലൈബ്രറി കത്തിപ്പോയി. അങ്ങനെ അദ്ദേഹം പഠിച്ച കാര്യങ്ങൾക്കൊക്കെ ചില ദൗർബല്യം സംഭവിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ റിവായത്ത് പണ്ഡിതന്മാർ സ്വീകരിച്ചില്ല, ദഈഫാണ് എന്ന് പറഞ്ഞു. പലപ്പോഴും നാം ശ്രദ്ധിക്കണം, ദഈഫ് എന്ന വിശേഷണം നൽകപ്പെട്ട പല റാവിമാരും പലപ്പോഴും ചിലപ്പോൾ വലിയ പണ്ഡിതന്മാരായിരിക്കും.
പക്ഷേ ഹദീസ് നിദാന ശാസ്ത്രപ്രകാരം എത്ര വലിയ പണ്ഡിതനാണെങ്കിലും ഹദീസ് മനഃപ്പാഠമാക്കുന്ന വിഷയത്തിൽ ഒരു ദൗർബല്യം സംഭവിച്ചു കഴിഞ്ഞാൽ അത് സാധാരണ ജനങ്ങളുടെ സംസാരമല്ലല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരമാണ് ഹദീസാകുന്നു. അതുകൊണ്ട് ആ സൂക്ഷ്മ നിലക്ക് പണ്ഡിതനാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഹിഫ്ദിൽ ദബ്തിൽ ദൗർബല്യമുണ്ടെങ്കിൽ ആ ഹദീസ് സ്വീകരിക്കപ്പെടില്ല. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ദഈഫ് എന്ന് പറഞ്ഞതുകൊണ്ട് അയാൾ തള്ളപ്പെട്ട മനുഷ്യനാണ്, മോശപ്പെട്ട മനുഷ്യനാണ് അർത്ഥം ഒരിക്കലും ഇല്ല. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇനി എന്താണ് പ്രാർത്ഥനയ്ക്ക് അള്ളാഹുവിന് മാത്രമേ പ്രാർത്ഥന സമർപ്പിക്കാൻ പാടുള്ളൂ, ദുആ സമർപ്പിക്കാൻ പാടുള്ളൂ എന്നതിന് തെളിവെന്താ ധരിച്ചത്? والدليل قوله تعالى وأن المساجد لله فلا تدعوا مع الله أحدا وأن المساجد لله പള്ളികൾ അള്ളാഹുവിന് മാത്രമുള്ളതാണ്. ഇതാണ് ഒരു വ്യാഖ്യാനം. അഥവാ നാം സുജൂദ് ചെയ്യുന്ന അള്ളാഹുവിൻ്റെ ഭവനങ്ങൾ അള്ളാഹുവിൻ്റേതാകുന്നു. ഇത് ഒരർത്ഥം. രണ്ടാമത്തെ അർത്ഥം എന്താണ്? നാം സുജൂദ് ചെയ്യുന്ന അവയവങ്ങൾ അഅ്ദാഉ സുജൂദ് അത് അള്ളാഹുവിൻ്റേതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദ ആയതുകൊണ്ട് അള്ളാഹുവിനോടൊപ്പം നിങ്ങൾ ആരെയും ദുആ ചെയ്യരുത്. ദുആന്റെ അർത്ഥം എന്താണ്? രണ്ട് അർത്ഥങ്ങളും ഇവിടെ അർത്ഥങ്ങൾക്കും സാധ്യതയുണ്ട്. ഇന്നെന്താണ്? ദുആ ഇബാദ. അപ്പം എന്താ അർത്ഥം? എങ്ങനെ അർത്ഥം വെക്കുക? ദുആ ഉൽ ഇബാദ എന്ന അർത്ഥമാണെങ്കിൽ എങ്ങനെയാണ് ഈ ആയത്തിനെ വ്യാഖ്യാനിക്കുക? ഫലാ തദ്ഉ മഅല്ലാഹി അഹദ ഐ ഫലാ തഅബുദു മഅല്ലാഹി അഹദ, നിങ്ങൾ അള്ളാഹുവിൻ്റെ കൂടെ ആരെയും ആരാധിക്കരുത്. മനസ്സിലായില്ലേ? ഇവിടെ വ്യാഖ്യാനം മാറും. എന്നാൽ ദുആ ഉൽ മസ്അല എന്ന അർത്ഥമാണെങ്കിലോ? ദുആ ഉൽ മസ്അല എന്ന അർത്ഥമാണെങ്കിൽ അള്ളാഹുവിനോടൊപ്പം നിങ്ങൾ ആരോടും പ്രാർത്ഥിക്കരുത്. അപ്പോൾ പ്രാർത്ഥന എന്ന അർത്ഥവും ആരാധന എന്ന അർത്ഥവും ഉണ്ട്. ഷെയ്ഖ് സാലിഹ് അൽ ഷെയ്ഖ് പറയുന്നു ഫമൻ ജഅലഹു ബിമഅന ദുആഇൽ മസ്അല, ഇതിൻ്റെ അർത്ഥമാണ് ഫസ്സറഹു ബിമഅന ലാ തസ്അലു സുആല ഇബാദത്തിൻ മഅല്ലാഹി അഹദ, ഇബാദത്തായ തേട്ടം നിങ്ങൾ അള്ളാഹുവിനോടൊപ്പം അള്ളാഹു അല്ലാത്തവരോട് നിങ്ങൾ ചോദിക്കരുത്, തേടരുത് എന്ന അർത്ഥമാണ്. ഒന്നാമത്തെ അർത്ഥം എന്താണ്? അള്ളാഹുവിനോടൊപ്പം നിങ്ങൾ ആരെയും ആരാധിക്കരുത്. രണ്ട് അർത്ഥങ്ങളും ഇതിന് ഉണ്ട് എന്ന് പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നു. വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. ഇത് ഷെയ്ഖ് പറയുന്നത് ഫമൻ സറഫ മിൻഹാ ശൈഅൻ ലിഗൈരില്ലാഹ്, ഈ പറഞ്ഞ ഇബാദത്തുകളിൽ ഇനങ്ങളിൽ വല്ലതും അള്ളാഹു അല്ലാത്തവർക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ ഫഹുവ മുശ്രിക്കുൻ കാഫിർ, അവൻ മുശ്രിക്കാണ്, അവൻ കാഫിറാണ്. വദ്ദലീലു ഖൗലുഹു തആല, എന്താ ഇതിനൊരു തെളിവ്? അതായത് അള്ളാഹു അല്ലാത്തവർക്ക് ഏതെങ്കിലും ഒരു ഇബാദത്ത് സമർപ്പിച്ചു കഴിഞ്ഞാൽ അവൻ മുശ്രിക്കാണ്, കാഫിറാണെന്ന് തെളിവെന്താണ്? വമൻ യദ്ഉ മഅല്ലാഹി ഇലാഹൻ ആഖറ ലാ ബുർഹാന ലഹു ബിഹി, അതായത് യാതൊരു തെളിവുമില്ലാതെ അള്ളാഹുവിൻ്റെ കൂടെ വല്ലവനും ഒരു ഇലാഹിനോട് ദുആ നടത്തി കഴിഞ്ഞാൽ, ആരാധിച്ചു കഴിഞ്ഞാൽ ഫഇന്നമാ ഹിസാബുഹു ഇൻദ റബ്ബി, അവൻ്റെ ഹിസാബ് വിചാരണ അള്ളാഹുവിൻ്റെ പക്കലാണ്, അള്ളാഹുവിൻ്റെ അടുക്കലാണ് വിചാരണ. ഇന്നഹു ലാ യുഫ്ലിഹുൽ കാഫിറൂൻ, സത്യനിഷേധികൾ ഒരിക്കലും വിജയിക്കില്ല. അപ്പോൾ ഇന്നഹു ലാ യുഫ്ലിഹുൽ കാഫിറൂൻ എന്നതാകുന്നു ഇതിൻ്റെ തെളിവ്. അപ്പോൾ അള്ളാഹു അല്ലാത്തവർക്ക് ദുആ നാം സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ ദുആ മസ്അലയാകട്ടെ ഇബാദത്താകട്ടെ, ഇബാദത്തായ ദുആ ആണെങ്കിൽ ആ ദുആ സമർപ്പിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അല്ലാത്തവർക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് ഷിർക്കാണ്, അവൻ സത്യനിഷേധിയാണ്. ഇന്നഹു ലാ യുഫ്ലിഹുൽ കാഫിറൂൻ എന്ന് അള്ളാഹു പറഞ്ഞു. വഫിൽ ഹദീസി അദ്ദുആ മുഖുൽ ഇബാദ. ഇതാകുന്നു ഒന്നാമത്തെ ഇനം. എന്താണ്? അദ്ദുആ, പ്രാർത്ഥന. രണ്ടാമത്തെ ഇനം മൂന്നാമത്തെ ഇനം പറഞ്ഞ് പെട്ടെന്ന് നമുക്ക് അവസാനിപ്പിക്കുന്നത്തെ ക്ലാസ് ഇൻഷാ അല്ലാഹ്. എന്താകുന്നു രണ്ടാമത്തെ ഇനം? അതിന് മുമ്പ് ഷെയ്ഖ് ഒരു തെളിവും കൂടി ഉദ്ധരിക്കുന്നു. വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും. ഇത് പഠിച്ചതാണ്. നിങ്ങളുടെ റബ്ബ് പറഞ്ഞു ഉദ്ഊനി, നിങ്ങൾ എന്നോട്
ദുആ ചെയ്യുക, അഥവാ ദുആ ഉൽ മസ്അല അല്ലെങ്കിൽ ദുആ ഉൽ ഇബാദ. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദത്തി, എന്നെ ആരാധിക്കുന്നതിൽ നിന്ന് വല്ലവനും ധിക്കാരപൂർവ്വം അഹങ്കരിച്ചു കഴിഞ്ഞാൽ സയദ്ഖുലൂന ജഹന്നമ ദാഖിലീൻ, അവർ നിന്ദ്യരായിക്കൊണ്ട് നരകത്തിൽ പ്രവേശിക്കും. ഇതാണ് ദുആഇൻ്റെ തെളിവുകൾ ശൈഖ് ഉദ്ധരിച്ചത്. വദലീലുൽ ഖൗഫ്, രണ്ടാമത്തെ ഇബാദത്ത് എന്താണ്? ഖൗഫാണ്. എന്താ അർത്ഥം? ഖൗഫ് എന്ന് വെച്ചാൽ, ഖൗഫ് അറിയാത്ത മലയാളികളില്ല. കാരണം ആദ്യം പഠിക്കുന്ന ഒരു വാക്കായിരിക്കും അനാ ഖായിഫ്, എനിക്ക് ഭയമുണ്ട് എന്ന്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഷെയ്ഖ് എന്താ പറഞ്ഞത്? ഇബാദത്തായിട്ടാണ് ഖൗഫ് ഉദ്ധരിച്ചിട്ടുള്ളത്. അപ്പോൾ ഖൗഫിനെ നാം ശരിക്കും പഠിച്ചിരിക്കണം. എപ്പോഴാണ് ഖൗഫ് ഭയം ഇബാദത്താവുക, എപ്പോഴാണ് അത് ഇബാദത്ത് അല്ലാതെ ആകുക, അതാണ് നാം പഠിക്കേണ്ടത്. ഖൗഫ് എന്ന് വെച്ചതിൻ്റെ അർത്ഥം വഹുവ ഇൻഫിആലുൻ യഹ്സുലു ബിതവഖുഇ മാ ഫീഹി ഹലാകുൻ ഔ ദററുൻ ഔ അദാ. അതായത് മനുഷ്യൻ്റെ മനസ്സിലുണ്ടാകുന്ന ഒരു ഇൻഫിആലാണ്, ഒരു വികാരമാകും. എങ്ങനെ? അതായത് ഒരു ഉപദ്രവത്തെ ചൊല്ലി, ഒരു ആപത്തെ ഓർത്തുകൊണ്ട് മനുഷ്യൻ്റെ മനസ്സിലുണ്ടാകുന്ന ഭയമാകുന്നു, വികാരമാകുന്നു ഏത്? ഖൗഫ്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ഖൗഫ് ഷെയ്ഖ് ശേഷം പറയുന്നുണ്ട് റഹ്ബത്ത് എന്ന് പറയുന്നുണ്ട്, റഹ്ബ, അതേപോലെ ഖശ്യ. അതിനൊക്കെ നമ്മൾ സാധാരണ മലയാളത്തിൽ ഭയം എന്ന് പറയാറുണ്ട്, പക്ഷേ സൂക്ഷ്മമായ ചില വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഖശ്യ എന്ന് പറയുമ്പോൾ ഭയക്കുക എന്നാണ്. അള്ളാഹുവിനെ യഖ്ഷ അല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അള്ളാഹുവിനെ ഭയക്കുക. പക്ഷേ അൽ ഖശ്യതു ഖൗഫുൻ മഖ്റൂനുൻ ബിഇൽമിൻ, അതായത് അള്ളാഹുവിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് ഉള്ള ആ വ്യക്തമായ അറിവോടുകൂടിയുള്ള ഭയമാകുന്നു ഏത്? ഖശ്യ. മനസ്സിലായല്ലോ? അതായത് നാം ആരെയാണോ ഭയക്കുന്നത് അവനെക്കുറിച്ചുള്ള വ്യക്തമായ ബോധം, അറിവ്, അവൻ്റെ മഹത്വത്തെക്കുറിച്ചുള്ള അറിവ് കൂടെയുള്ള ഖൗഫാകുന്നു, ഭയമാകുന്നു ഏത്? ഖശ്യ. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അള്ളാഹുവിൻ ദാസന്മാരിൽ അള്ളാഹുവിനോട് ഖശ്യത്തുള്ളവർ ആരാകുന്നു? പണ്ഡിതന്മാരാകുന്നു. പറയാനുള്ള കാരണം ഇൽമും ഖശ്യയും തമ്മിലുള്ള ബന്ധമാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അതേപോലെ റഹ്ബ എന്ന് പറയുമ്പോൾ ഖൗഫുൻ മഖ്റൂനുൻ ബിഅമൽ എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചു. അതായത് പ്രവൃത്തിയുമായി ബന്ധമുള്ള, പ്രവർത്തനത്തോടു കൂടിയുള്ള എന്ത്? ഭയം, ഖൗഫ്. അതാകുന്നു ഏത്? റഹ്ബ. അതായത് ഒരു മനുഷ്യൻ ഭയക്കുന്നു, ആ ഭയത്തോടൊപ്പം തന്നെ താൻ ഭയക്കുന്ന കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗവും സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു ഭയം, അതെന്താകുന്നു? അതാണ് റഹ്ബ. അങ്ങനെ ഈ ഖൗഫ്, ഖശ്യ, റഹ്ബ, അതേപോലെ ഇൻഷാ അല്ലാഹ് വരും റജാ, റഗ്ബ തമ്മിലുള്ള വ്യത്യാസമൊക്കെ നാം പഠിക്കും ഇൻഷാ അല്ലാഹ്. എപ്പോഴാകുന്നു ഖൗഫ് ഇബാദത്താവുക? പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു ഖൗഫിന് 3 ഇനങ്ങളുണ്ട്. ഖൗഫിന് 3 ഇനങ്ങളുണ്ട്. അതിലൊരു ഇനമാകുന്നു ഇബാദത്ത്. അത് അള്ളാഹു ഇല്ലാത്തവർ സമർപ്പിച്ചു കഴിഞ്ഞാൽ എന്തായി മാറി? ശിർക്കായി മാറി. ഒന്ന് ഖൗഫു സിർ, ഖൗഫു അസ്സിർ. അതായത് ഒരു മനുഷ്യൻ്റെ മനസ്സിൽ ഉണ്ടാകുന്ന രഹസ്യമായ, ഗോപ്യമായ ഖൗഫ്, ഭയം. എന്താ അതിൻ്റെ അർത്ഥം, ഉദ്ദേശം? വഹുവ അൻ യഖാഫ ഗൈറ അല്ലാഹി ജല്ല വഅല ബിമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹു ജല്ല വഅല. അതായത് അള്ളാഹുവിന് മാത്രം കഴിവുള്ള കാര്യങ്ങളിൽ അള്ളാഹു അല്ലാത്തവരെ ഭയക്കുക. അതായത് പണ്ഡിതന്മാർ ഉദാഹരണം പറഞ്ഞത്, അതായത് ഖൗഫു സിർ, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ പറയുന്നു കഅൻ യഖാഫ സാഹിബൽ ഖബ്ർ, ഖബറാളിയെ ഭയക്കുക. ഔ വലിയൻ ബഈദൻ അൻഹു, അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന ഒരു വലിയാകട്ടെ, ആ വലിയ അവരിൽ നിന്ന് എത്രയോ വിദൂരമാണ്. അത് പലപ്പോഴും ഈ പിഴച്ച സൂഫിസം പഠിപ്പിക്കുന്ന ഒരു ശിർക്കിയായ ഖൗഫാണത്. എന്താണത്? അതായത് ഷെയ്ഖ് തൻ്റെ കൂടെ ഉണ്ടാവുകയില്ല, എന്നാൽ ആ മുരീദ് ഷെയ്ഖിൻ്റെ
ഷെയ്ഖ് അവൻ്റെ കൂടെ ഇല്ലെങ്കിൽ തന്നെ അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ അള്ളാഹുവിനെ ഭയക്കുന്നത് പോലെ സൂക്ഷിക്കുന്നത് പോലെ അവൻ്റെ ഷെയ്ഖിനെയും ഭയക്കുന്നു. ഞാൻ ഈ തിന്മ ചെയ്തു കഴിഞ്ഞാൽ ഷെയ്ഖിൻ്റെ കുരുത്തക്കേട് എനിക്ക് തട്ടും എന്ന് ഭയക്കുക. എന്താണത്? ഖൗഫു അസ്സിറാണ്. ഖൗഫു സിർ. ഇത് പിഴച്ച സൂഫിസം പഠിപ്പിക്കുന്ന ഒരു ഖൗഫാണത്. സൂക്ഷിക്കണം. ഇത് ശിർക്കാണ്. കഅൻ യഖാഫ സാഹിബൽ ഖബർ. അതായത് ഞാൻ ഖബറുകളിലേക്ക് നേർച്ച ചെയ്തില്ലെങ്കിൽ എന്താകും ആ വലിയ മരിച്ച ആ വലിയ മമ്പുറത്തെ തങ്ങളാകട്ടെ ഏത് വലിയാകട്ടെ എന്താണ് വിചാരിക്കുക? എന്നോട് ദേഷ്യം പിടിക്കുകയില്ലേ, കോപിതനാകുകയില്ലേ? അങ്ങനെ ആ വലിയനെ ഭയക്കുക. ഇതെല്ലാം എന്ന് പറയുന്നത് ഖൗഫ് സിറാണ്. ഇത് ഷിർക്കാകുന്നു. ഇതാകുന്നു ഷിർക്കായ ഖൗഫ്. അഥവാ മലയാളത്തിൽ ഒന്നുകൂടി പറയുകയാണെങ്കിൽ അഭൗതികമായ കാര്യകാരണങ്ങൾക്ക് അതീതമായ ഒരു ഭയം. രണ്ടാമത്തെ ഇനം എന്താകുന്നു? ഹുനാക അൻവാഉ മിനൽ ഖൗഫി ഖൗഫുൻ ജായിസ്. അനുവദിക്കപ്പെട്ട ഖൗഫുണ്ട്, അനുവദനീയമായ ഖൗഫ്, പ്രകൃതിയായ ഖൗഫുണ്ട്. അൽ ഖൗഫു തബീഇ, അതായത് സ്വാഭാവികമായ ഭയമുണ്ട്. അത് ഒരിക്കലും എന്തല്ല, ശിർക്കല്ല. അതായത് വ്യക്തമായ കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു മനുഷ്യൻ ഭയക്കുക, അത് ജന്മന മനുഷ്യന് നൽകപ്പെട്ട ഒരു വികാരമാകുന്നു. അതായത് ഇപ്പം തീയുണ്ടെങ്കിൽ ആ തീയോട് അടുത്ത് പോകാൻ ഞാൻ ഭയക്കുന്നു, കാരണം കത്തിക്കരിയുമോ എന്ന ഭയം. അതേപോലെ വന്യമൃഗങ്ങൾ, വിഷമുള്ള ജന്തുക്കൾ കാണുമ്പോൾ ഞാൻ ഭയക്കുന്നു. ഇപ്പം തേള്, പാമ്പ് പോലെയുള്ള അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ ഭയക്കുന്നു. എന്താണ്? ആ വിഷം അല്ലെങ്കിൽ എന്നെ അത് ദ്രോഹിക്കുമോ ഉപദ്രവിക്കുമോ എന്ന ഭയം. എന്താണ്? ഖൗഫുൻ തബീഇയാണ്. ഇതെന്തല്ല, ഷിർക്കല്ല. ഇത് ജായിസായ മനുഷ്യനുണ്ടാകുന്ന ഒരു ഭയമാകുന്നു. മൂന്നാമത്തെ ഇനമാകുന്നു ഹറാമായ ഖൗഫ്, ഭയം. ഹറാമായ ഖൗഫ്, ഒന്ന് ഷിർക്കിയായ, ഒന്ന് അനുവദിക്കപ്പെട്ട, ഒന്നെന്താണ് ഹറാമായ നിഷിദ്ധമായ ഖൗഫ്. അതെന്താണ്? അള്ളാഹു നമ്മോട് കൽപ്പിച്ച നിർബന്ധമാക്കിയ കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്നും അള്ളാഹു വിലക്കിയ ഹറാമാക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനും നമുക്കൊരു ഭയം. ആരെ ഭയക്കുന്നു? സൃഷ്ടികളെ ഭയക്കുന്നു. ഇപ്പോൾ നാം ഒരു സദസ്സിലാണ്, ഭൗതികമായ തിന്മകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സദസ്സിലാണെങ്കിൽ പലപ്പോഴും അതിനൊരാൾ പെട്ടുപോയാൽ നമസ്കാരം സമയമാകുമ്പോൾ അതിൽ നിന്ന് എഴുന്നേൽക്കാൻ അയാൾ ഭയക്കുന്നു. ഞാൻ നമസ്കരിക്കാൻ വേണ്ടി ഇതിൽ നിന്ന് എഴുന്നേറ്റാൽ എന്തായിരിക്കും ഇതിൻ്റെ സംഘാടകർ വിചാരിക്കുക? എന്നെ തീവ്രവാദി എന്ന മുദ്ര കുത്തുകയില്ലേ? അപ്പം ജനങ്ങളെ ഭയക്കുന്നു. ഈ ഖൗഫ് എന്താണ്? മുഹറമായ ഹറാമായ ഖൗഫാണ്. അങ്ങനെ 3 ഇനങ്ങൾ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന് ഖൗഫു സിർ, അത് ഷിർക്കാണ്. 2 ഖൗഫുൻ മുബാഹുൻ അല്ലെങ്കിൽ ജായിസായ കാരണങ്ങൾക്ക് അധീനമായ അഥവാ കാര്യകാരണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഖൗഫ്, അത് ഹറാമിലേക്ക് എത്തിക്കുമ്പോൾ അല്ലെങ്കിൽ വാജിബായ ഒരു കാര്യങ്ങളിൽ നിന്ന് നമ്മെ വിട്ടു നിർത്തുമ്പോൾ എന്തായി മാറി? ഹറാമായ ഖൗഫായി. ഇനി റജാ ഉണ്ട്. ഇൻഷാ അല്ലാഹ് സമയം വൈകിതേ പലർക്കും ഉറക്കം വരുന്നു തോന്നുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ റജാഇനെ കുറിച്ച് നാം പഠിക്കും. പ്രതീക്ഷ എന്നാണ് റജാഇൻ്റെ അർത്ഥം. എന്താണ് ഖൗഫ്? അള്ളാഹുവിന് മാത്രമേ സമർപ്പിക്കാൻ പാടുള്ളൂ. തെളിവെന്താണ്? വദലീലുൽ ഖൗഫി, ഖൗഫിൻ്റെ തെളിവെന്താണ്? ഖൗലുഹു തആല, അള്ളാഹുവിൻ്റെ വചനം, ഫലാ തഖാഫൂഹും വഖാഫൂനി ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ അവരെ ഭയക്കരുത്, എന്നെ മാത്രം ഭയക്കുക. ഇതാകുന്നു ഖൗഫിൻ്റെ തെളിവ്. ഖൗഫ് അള്ളാഹുവിന് സമർപ്പിക്കാൻ പാടുള്ളൂ. എപ്പോഴാണ് ഖൗഫ്? ഭയം ഷിർക്കാവുക, ഷിർക്ക് ആകാതിരിക്കുക എന്നും നാം കൂടെ പഠിച്ചു. അല്ലാഹു തആല അവൻ്റെ വിശുദ്ധ ദീൻ ആഴത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അള്ളാഹു സഹായിക്കുമാറാകട്ടെ, തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലിം അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.